മലയാളത്തിന്റെ പ്രിയ താരം കലാഭവൻ മണിക്ക് സാംസ്കാരിക കേരളം ഔദ്യോഗിക ബഹുമതികളോടുകൂടി വിട നൽകി. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുത്രനാണ് ചിതയ്ക്ക് തീ നൽകിയത്. സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് കലാഭവൻ മണിക്ക് വിട നൽകുന്നതിന് വേണ്ടി ചാലക്കുടിയിലേക്ക് എത്തിച്ചേർന്നത്. സനൂപ് ശശിധരനുണ്ട് കലാഭവൻ മണിയുടെ വീടായ മണികൂടാരത്തിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സനൂപ്, ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കലാഭവൻ മണിയുടെ സംസ്കാരം പൂർത്തിയായിരിക്കുന്നു. അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് സഹോദരപുത്രനായ സിനീഷ് തീ കൊളുത്തിയത്. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരുന്നു സംസ്കാരം. 5 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വലിയ പാടുപെട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. പോലീസിന് ഔദ്യോഗിക ബഹുമതികൾ നിൽക്കാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു. വലിയ ജനങ്ങളും അതുപോലെ തന്നെ പോലീസും ഒരുപാട് കഷ്ടപ്പെട്ടുവെങ്കിലും അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ചടങ്ങുകൾ നല്ല രീതിയിൽ സുഗമമായി നടത്താൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. ഇന്നലെ വൈകുന്നേരം 7:15 ശ്രീ കലാഭവൻ മണി അന്തരിച്ചത്. രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിലും പിന്നീട് നാടക അക്കാദമിയിലും പിന്നീട് ചാലക്കുടിയിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ഭൗതിക ശരീരം 4 മണിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ബന്ധുക്കൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഒരുക്കിയിരുന്നു. അതിനുശേഷം ചിതയിലേക്ക് ഭൗതിക ശരീരം സംസ്കാരത്തിനായി എടുക്കുകയായിരുന്നു. നിരവധി പേർ, ആയിരക്കണക്കിന് പേർ ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കാൻ വീട്ടിൽ എത്തിയിരുന്നു. വീട്ടിന് പുറത്ത് നിന്നിരുന്നുവെങ്കിലും അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായില്ല. ഇന്ന് ശിവരാത്രി ആയതിനാൽ രാവിലെ വൈകുന്നേരം 5 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആർക്കും അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കാതെ പോയത്. ആയിരക്കണക്കിന് പേരാണ് പുറത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴും ഇവിടെ അവസാനമായി ഒരു നോക്ക് കാണാനായി തടിച്ച് കലാഭവൻ മണിക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. കലാഭവൻ മണിയുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടുകൂടി അദ്ദേഹത്തിന്റെ വീടായ മണികൂടാരത്തിലെ വളപ്പിൽ സംസ്കരിച്ചു. സംസ്കാര ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകിയത് സനൂപ് ശശിധരൻ.